എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ്. നമുക്കറിയാം, ഈ ക്രിസ്മസ് കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസിൻ്റെ പാതിരാ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽക്കൂടുകൾ കാണാനായിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലായിരിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് പണം ചെലവഴിച്ചിട്ടുള്ള പുൽക്കൂടുകൾ. പക്ഷെ നമ്മളത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി അതിൽ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ ഇടവകയിൽ പണ്ട് ഇതുപോലൊരു പുൽക്കൂട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഈ തുണി, ദീർഘങ്ങളായിട്ടുള്ള മീറ്റർ കണക്കിന് തുണികൾ പ്ലാസ്റ്റർ പാരീസിന് ചെളിയിലും കൂടി മുക്കി ചെതൽപ്പുറ്റുണ്ടാക്കിയിട്ടുള്ള സംഭവമായിരുന്നു. എനിക്ക് അതിന് ശേഷം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു പുൽക്കൂടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അത് പോട്ട ചെറുപുഷ്പ ദേവാലയത്തിൽ CLC അംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പുൽക്കൂടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടക്കം ഒതുക്കത്തോടുകൂടി നിൽക്കുന്ന ഒരു പുൽക്കൂടാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ വർക്കുകൾ ചെയ്തതിൻ്റെ വളരെ സൂക്ഷ്മതയോടുകൂടി നിന്ന് വീക്ഷിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റിംഗ് ചെയ്തേക്കുന്നത് വീടുകൾ ബെത്ലഹം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇവിടുത്തെ വികാരിയച്ഛനും അതുപോലെ തന്നെ CLC ഭാരവാഹികളും കൊച്ചച്ഛനും ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ നേരാണ്. കാരണം ഈ യുവാക്കളൊക്കെ ഇടവയോട് ചേർത്ത് നിർത്തി ഇത്തരത്തിലുള്ള വെറൈറ്റി, പോട്ട ഇടവയിൽ എന്നും വെറൈറ്റി, വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള കാഴ്ചകൾ ഓരോ ആഘോഷങ്ങളിലും കാണാറുണ്ട്, ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയൊക്കെ. ഇത്തവണയും ക്രിസ്മസിന് അത് മാറ്റം വന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പുൽക്കൂടാണ് പോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ഈ CLC അംഗങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വികാരിയച്ഛനോടും കൊച്ചച്ഛനോടും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച CLC അംഗങ്ങളോടും ചോദിച്ചറിയാം. പോട്ട ഇടവകയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വേറിട്ട കാഴ്ചകൾ എന്നും സംഭാവന ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഇടവകയാണ് പോട്ട ഇടവക. ഈ വർഷത്തെ ക്രിസ്മസിനും എന്ത് വെറൈറ്റി, ഒരു പ്രത്യേകത ഉണ്ടാകണമെന്ന് ആലോചിച്ചപ്പോൾ ഈ യുവജനങ്ങൾ ഇരുന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് ബെത്ലഹം ഇവിടെ ആവിഷ്കരിക്കുക എന്നുള്ള ഒരു വലിയ കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനം അവർ ഏറ്റെടുക്കുകയാണ്. 2 മാസക്കാലം രാത്രിയും പകലും നിന്നുകൊണ്ടാണ് ഈ യുവജനങ്ങൾ ഇത് വിഭാവനം ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ ഓരോ ചെറിയ വർക്കിന് പോലും അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ ഉണ്ട്. ബെത്ലഹം പട്ടണത്തെ അങ്ങനെ തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു വെറൈറ്റി ആണ്. മറ്റുള്ള പുൽക്കൂടുകൾ കാണുന്ന പോലെയല്ല, ഇത് കുറച്ചധികം നേരം നിന്നാലാണ് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് പ്രവർത്തിച്ചത് ഇവിടുത്തെ CLC സംഘടനയിലെ യുവജനങ്ങളും അതുപോലെ തന്നെ അവരെ സഹായിക്കാനായിട്ട് ധാരാളം പേര് മറ്റുള്ളവരുണ്ടായിരുന്നു. ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത്, അതിലും മുഖ്യ പങ്കുവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൊച്ചച്ഛനാണ്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പുൽക്കൂട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പുൽക്കൂട് ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. എല്ലാവരും വന്നിട്ട് അതിനൊരു വെറൈറ്റി ഒരു കാഴ്ചയാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഇതാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇത് ഇന്ന് വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ലളിതമായിട്ട്, എന്നാൽ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്ക് ഈ പുൽക്കൂടിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം. ഏവർക്കും പുൽക്കൂടിന് കാണുന്നതോടൊപ്പം തന്നെ ഈ ക്രിസ്മസിന്റെ ആശംസകളും പുതുവർഷത്തിന്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒത്തിരി സന്തോഷം. ധാരാളം ആളുകൾ പലയിടത്തു നിന്നും ഈ ഒരു പുൽക്കൂട് കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പറഞ്ഞതുപോലെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ആർട്ടിസ്റ്റിക് വർക്ക് നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. ഏകദേശം 2 മാസത്തോളം പലരും വീടുകളിലേക്ക് പോകാതെ ഇവിടേക്ക് കിടന്നുറങ്ങി ചിലപ്പോൾ രാത്രി പകലൊക്കെ ആക്കിയിട്ടാണ് ഇത്രയും നല്ലൊരു പുൽക്കൂട് നമ്മൾ ഈ പോട്ടടവക്കാർക്ക് അതുപോലെ തന്നെ ഈ ലോകത്തിന് മൊത്തത്തിൽ നമ്മൾ സമ്മാനിച്ചിട്ടുള്ളത്. എൻ്റെ പേര് അലോഷ്യസ്. ഞാൻ CLCയിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. നമുക്ക് പ്രധാനമായിട്ടൊരു 1.5-2 മാസത്തെ പ്രവർത്തനമാണ് നമ്മൾ ഈ പുൽക്കൂടിന് വേണ്ടി ചെയ്തത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോക്കോള്, പിന്നെ പ്ലാസ്റ്റർ പാരീസ് ആണ് മെയിനായിട്ട്. ഈ വീടുണ്ടാക്കിയതായിരിക്കും തെർമോക്കോൾ? അതെ, വീടുണ്ടാക്കിയത് തെർമോക്കോള്. പിന്നെ അതുപോലെ കുന്ന് മല പോലെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റർ പാരീസ് കൊണ്ടാണ്. ചാക്കിൽ പ്ലാസ്റ്റർ പാരീസ് മുക്കി ചെയ്താണ്. അപ്പൊ അത് വലിയ വർക്കാണ്. ഈ പ്ലാസ്റ്റർ പാരീസ് ചാക്കിൽ മുക്കി അല്ലെ? ഏകദേശം എത്രത്തോളം സമയം എടുത്തതിന് വേണ്ടി? നമുക്കത് വർക്ക് തുടങ്ങിയത് 1-2 മാസം മുമ്പ്. കാരണം ഇതൊരു തട്ട് പോലെ, നമ്മളൊരു സ്റ്റേഡിയത്തിന്റെ തട്ട് പോലെ അടിച്ചതാണ്. അതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റർ പാരീസിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തെർമോക്കോളിന്റെ വർക്ക് ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെർമോക്കോള് നിങ്ങൾക്ക് ഈ വീടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു തെർമോക്കോളിന് എത്രത്തോളം വർക്ക് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഇഷ്ടിക പോലെയും പണ്ടത്തെ പൊളിഞ്ഞ വീടുകൾ പോലെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനൊക്കെ ഒറ്റനവധിയും പേരെ ആൾക്കാരുടെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ വളരെ വിശേഷമാണ്. ലൈറ്റിങ്ങിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് 2-3 പേര് ഇവിടെ പ്രത്യേകം ഉണ്ടായിരുന്നു. റിബിൻ, ആൽവി, അങ്ങനെ 3-4 പേരാണ് പ്രത്യേകമായിട്ട് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ക്രിസ്റ്റോ, ഷോൺ, ബെറിൻ, പിന്നെ അതുപോലെ 10 നമുക്ക് അത്യാവശ്യം പിള്ളേർ CLCയിലുള്ള ഒരു എല്ലാ പിള്ളേരുകളും നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ രാത്രിയും പകലില്ലാണ്ട് തന്നെ കാലത്തും വൈകുന്നേരം ചിലവര് ക്ലാസ്സും പരീക്ഷയ്ക്ക് ഉണ്ടായിട്ട് പോലും. ഈ മഴ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? മഴ നമുക്ക് ദൈവഭാഗ്യം കൊണ്ട് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. 2-3 വട്ടം നമുക്ക് മഴയുടെ ഒരു ഇതികളൊക്കെ മുന്നറിയിപ്പൊക്കെ വന്നെങ്കിലും നമ്മൾ അതിനുള്ള മുൻകരുതലുകൾ എടുത്തിരുന്നു. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് നമുക്ക് മഴയും കാര്യങ്ങളും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.
ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വിവിധങ്ങളായിട്ടുള്ള പുൽക്കൂടുകളുടെ കാഴ്ച എന്ന് പറയുന്നത്. പുൽക്കൂടിന് കലാരൂപങ്ങളുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇറ്റലിയിലെ ഗ്രസിയായോയിലെ ഗുഹയിൽ 1223 രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ നമ്മുടെ ഫ്രാൻസിസ് പുണ്യാളൻ സൃഷ്ടിച്ചതാണ് ആദ്യത്തെ പുൽക്കൂട്. പ്രതിമകളില്ലാത്ത ജീവനുള്ളവരായിരുന്നു ഈ പുൽക്കൂട്ടിലുണ്ടായിരുന്നത്. ഇറ്റലിയിലെ ലിഗൂറിയയിലെ മനോരോലയിൽ 300-ലധികം വൈദ്യുത പ്രകാശ പ്രതിമകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നേറ്റിവിറ്റി സീനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുൽക്കൂടായിട്ട് കണക്കാക്കുന്നത്. ഇനി അതുമാത്രമല്ല, പല ചിത്രകലാരൂപങ്ങൾക്കും പ്രചോദനമായിട്ട് നിലകൊണ്ടിട്ടുള്ളത് പുൽക്കൂടുകളാണ്. ഇതാണ് ഈ പുൽക്കൂട് എന്ന് പറഞ്ഞ സംഭവം ഈ പുൽക്കൂട് എന്ന് പറയുന്നത് ഒരു കലാരൂപമായിട്ട് ഇപ്പം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള സർഗസൃഷ്ടികളാണ് ഓരോ പുൽക്കൂടിലും കാണാനാവുക. 2024 നമ്മുടെ ചാലക്കുടി പരിസരത്തുള്ള വ്യത്യസ്തമായ ആകെ ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പുൽക്കൂട് ശില്പം, അതാണ് പോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിൽ CLC അംഗങ്ങൾ ഏറെ ശ്രമകരമായിട്ടുണ്ടാക്കിയിട്ടുള്ള പുൽക്കൂടിനെ പറ്റി പറയാനുള്ളത്. ബെത്ലഹേം അങ്ങോട്ട് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിലെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ. പഴയ കാലഘട്ടത്തിൻ്റെ എല്ലാ നിഴൽപ്പാടുകളും പരമാവധി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പെർഫെക്ഷൻ്റെ ആകെ ടോട്ടൽ മൊത്തത്തിലൊരു കൊയിനോനിയാണ് പുൽക്കൂടിൽ കാണാനാവുക. പശ്ചാത്തലത്തിലുള്ള ലൈറ്റ് സജ്ജീകരണം ജോർ എന്തായാലും തലയ്ക്ക് മൂളയുള്ള പിള്ളേരാണ് പോട്ടയിൽ ഈ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ളത്. സംഭവം കിടുക്കിടുക്കി പുൽക്കൂട് ശില്പം തന്നെ. എന്നാ പിന്നെ അമാന്തിക്കണ്ട, നേരെ പോട്ടപ്പള്ളിയിലേക്ക് പോരേട്ടോ. കുറച്ചു ദിവസം കൂടി നമ്മുടെ പുൽക്കൂട് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പുൽക്കൂട് ശില്പം എന്ന് വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയാം. അത്ര മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ വീടുകളൊക്കെ ചെയ്തു വെച്ചേക്കുന്നില്ലേ, വളരെ മനോഹരം. അതിൻ്റെ ഓരോ ഭാഗത്തും പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കത് കൂടുതൽ സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ. നിങ്ങളെല്ലാവരും വന്ന് ഈ പോട്ടപ്പള്ളിയിൽ ഈ CLC കുട്ടികൾ ചെയ്തിട്ടുള്ള ഈ പുൽക്കൂട് കാണണം. കാരണം അത്ര മനോഹരമായിട്ട് അത്രയേറെ സമയമെടുത്ത് വളരെ ബുദ്ധിമുട്ടി മാക്സിമം കഷ്ടപ്പെട്ട്. ഞാൻ ഈ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാക്കും പ്ലാസ്റ്റർ പാരീസും കൂടി മുക്കിയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നിസ്സാര സംഭവമല്ല. ഞാനെന്ന് പറഞ്ഞില്ല, ഞാനൊരു പുൽക്കൂട് ചെയ്ത സമയത്ത് ചെളിയും പ്ലാസ്റ്റർ പാരീസും കൂടി മുക്കിയിട്ട് ഇത് ഒരു ഈ നമ്മുടെ ട്രോളില്ലേ അതിലിങ്ങനെ മുക്കി എടുക്കും, കുനിഞ്ഞിങ്ങനെ എടുത്തോണ്ടിരിക്കണം. നമ്മുടെ തണ്ടലൊക്കെ വിളങ്ങും. ഇവിടുത്തെ CLC കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണം തന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് വളരെ ഭംഗിയായിട്ടാണ് ഓരോ വീടുകളും സംഭവങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഈ ചാക്കൊക്കെ പ്ലാസ്റ്റർ പാരീസിൽ മുക്കി ഇത് ചെയ്യണമെങ്കിൽ തന്നെ മഴ ഇത് നശിപ്പിച്ച് കളയാണ്ടിരുന്ന ഭാഗ്യം. മഴ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഈ ശില്പം തന്നെ ഇല്ലാണ്ടാവും. എന്തായിരുന്നാലും പോട്ടപ്പള്ളിയിൽ ചെയ്തിട്ടുള്ളത് പുൽക്കൂട് ശില്പമാണ്. ഈ പുൽക്കൂട് ശില്പം കാണാൻ വേണ്ടി ചാലക്കുടിയിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെയും പോട്ടപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ പുൽക്കൂട് കാണാൻ മറന്നു പോകരുത് എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.